കഥ കരഞ്ഞ ഉമ്മമ്മ. പ്ലസ് ടുവിലെ അവസാന പരീക്ഷയും കഴിഞ്ഞ് അന്ന് സ്കൂൾ വിട്ട് ഞാൻ ചെന്നപ്പോൾ കാണുന്നത് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ ഉമ്മമ്മയായിരുന്നു. വലിയ വലിയ സങ്കടങ്ങളിൽ പുകഞ്ഞ സമയങ്ങളിലും വെയിൽ കൊള്ളുമ്പോൾ ചുവക്കുന്ന ആ വെളുത്ത മുഖത്ത് എപ്പോഴും പുഞ്ചിരി മാത്രം കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമ്മയുടെ അന്നത്തെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അവസാന പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന ദിവസങ്ങളായിരുന്നു അത്. ഹയർ സെക്കൻഡറി പഠനം ഉമ്മയുടെ വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നത് കൊണ്ട് ഉച്ചക്ക് നടക്കാനിരിക്കുന്ന എക്സാമിന് അന്ന് രാവിലെ തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് ഞാൻ വണ്ടി കയറി. ഉച്ചക്ക് അവിടെ നിന്ന് തന്നെ എക്സാമിന് നേരിട്ട് പോവാലോ എന്ന് ചിന്തിച്ചായിരുന്നു ആ തീരുമാനം. ബസ്സിൽ പോകുമ്പോൾ ഏറിപ്പോയാൽ 45 മിനിറ്റ് മാത്രം എടുക്കുന്ന നിലമ്പൂരിലെ ഉമ്മയുടെ വീട്ടിലേക്ക് കാലത്ത് തന്നെ ഇറങ്ങി തിരിച്ചപ്പോഴേ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ വയറ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിക്കുന്നിലെ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മമ്മ തന്ന ചായ കുടിച്ചില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞ് ഉമ്മമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയ അന്നത്തെ കാലത്തെ ഞങ്ങൾ പാവങ്ങളുടെ നെയ്ച്ചോറായ ഉള്ളി വാട്ടി വെള്ള അരിയിൽ വറ്റിച്ച ഇളക്കച്ചോറ് ഞാൻ നല്ല പോലെ കഴിച്ചു. ഉമ്മമ്മ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ വേറിട്ടൊരു രുചി തന്നെയായിരുന്നു. ചില ആളുകൾ ഉപ്പിട്ട് വെച്ചാൽ തന്നെ കഴിക്കാൻ സ്വാദാണെന്ന് ഉമ്മ പറയുന്നത് പോലെ. ഭക്ഷണമൊക്കെ കഴിച്ച ഉടനെ തന്നെ ഞാൻ ഉച്ചക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനിരുന്നു. ഉയർന്ന മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ പ്ലസ് ടു കഴിഞ്ഞ് ആഗ്രഹിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് കിണഞ്ഞ് പഠിക്കുന്ന സമയങ്ങളായിരുന്നു. ഒരുപാട് പറയാനുള്ള ഉമ്മമ്മക്ക് എപ്പോഴും വേണ്ടിയിരുന്നത് ഒഴിഞ്ഞ കേൾവിക്കാരെയായിരുന്നു. പക്ഷേ പരീക്ഷാ തിരക്ക് കാരണം ഉമ്മമ്മയുടെ കഥക്കെട്ടുകൾക്ക് കൂട്ടു നൽകാനോ കൂടെ ഇരിക്കാനോ നിൽക്കാതെ അന്ന് എഴുതാൻ പോകുന്ന പരീക്ഷാ പുസ്തകത്താളുകൾ മറിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. ഇടയ്ക്കെപ്പോഴോ ഉടൻ വരാന്ന് എന്നോട് പറഞ്ഞ് ഉമ്മമ്മ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ട്. ആരെയും കാത്തു നിൽക്കാത്ത സമയം എന്നെയും കാത്തു നിന്നില്ല. പൊതുവെ പേടിയുള്ള, പരീക്ഷാ പേടി കുറച്ചധികമുള്ള ഞാൻ കൃത്യം 1:30 തുടങ്ങുന്ന പരീക്ഷയ്ക്ക് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. വീടിന്റെ ഉമ്മറത്തെപ്പോഴും ചുവപ്പ് കസേരയിലിരിക്കാറുള്ള ഉമ്മയുടെ ഉപ്പയെ, അതായത് ഞങ്ങളുടെ ഉപ്പപ്പാനോട് പരീക്ഷയ്ക്ക് ഇറങ്ങിയെന്ന് ഉമ്മമ്മാനോട് പറയാൻ ഏൽപ്പിച്ച് ഞാൻ സ്കൂളിലേക്ക് ഓടി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുമായി തകർത്ത് എക്സാം എഴുതിയ സന്തോഷത്തിൽ തിരിച്ച് ഉമ്മയുടെ വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് ഉപ്പപ്പ പറയണ്ടായത്. ഞാൻ സ്കൂളിൽ പോയി പിന്നെ ഉമ്മമ്മ വലിയൊരു കരച്ചിലായിരുന്നു. കാര്യം ആരാഞ്ഞപ്പോഴാണ് മനസ്സിലായത് എക്സാമിന് പോകുന്നതിന് മുന്നേ എന്നോട് ഉടൻ വരാന്ന് പറഞ്ഞു പോയത് അയൽവാസിന്റെ വീട്ടിൽ നിന്ന് എനിക്കിഷ്ടമുള്ള മുരിങ്ങ പറിക്കാനായിരുന്നു എന്നും മുരിങ്ങാക്കറിയും മീൻ പൊരിച്ചതും വെച്ച് ഞാൻ എക്സാമിന് പോണതിന് മുന്നേ എനിക്ക് ചോറും കറിയും വെച്ച് തരാനായിരുന്നു ഉമ്മമ്മയുടെ പദ്ധതി എന്നും. അതൊക്കെ മാറ്റി ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചു പോയത് ഉമ്മമ്മയെ കുറച്ചധികം തന്നെ വേദനിപ്പിച്ചു. സത്യത്തിൽ അന്നത്തെ ആ ഇളക്കച്ചോറ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞിരുന്നു. മാത്രമല്ല എക്സാം കഴിഞ്ഞ് വന്ന് ബാക്കി കഴിക്കാലോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ പേരക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉച്ചക്കെന്നെ കഴിപ്പിക്കാത്തതിലുണ്ടായ ഉമ്മമ്മാന്റെ സങ്കടവും അവരുടെ ഉള്ളിലെ വലിയൊരു സ്നേഹത്തിന്റെ അടയാളം തന്നെയായിരുന്നു. ചെറിയ സൗന്ദര്യ പിണക്കം അതേക്കുറിച്ച് ആ മനസ്സിലുണ്ടായെങ്കിലും സ്നേഹമല്ലാത്ത മറ്റൊരു ഭാവത്തിലും കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഉമ്മമ്മ വീണ്ടും പഴയപടിയായി. അന്നെഴുതിയ പരീക്ഷ വലിയ ജയം എനിക്ക് തന്നെങ്കിലും നമുക്ക് ചുറ്റുമുള്ള വലിയ മനുഷ്യരുടെ ചെറിയ ലോകത്തിൽ എനിക്ക് ജയിക്കാനായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us by മുഹഷിറ.